നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 2026 മെയ് മാസം 1-ാം തീയതി. ഈ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സംഭവം ഓർക്കുന്നു. വിശുദ്ധ മദർ തെരേസ വിശുദ്ധയാകുന്നതിന് മുമ്പ് അമ്മ നോബൽ സമ്മാനത്തിന് അർഹയായി. നൊബേൽ സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്വീഡനിൽ സ്റ്റോക്ക്ഹോമിൽ എത്തി. നൊബേൽ സമ്മാനം സ്വീകരിച്ച് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമ പട തന്നെ ആ അമ്മയുടെ ചുറ്റും കൂടി നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. അതിലൊരു കാര്യം ഇതായിരുന്നു: അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ്? മറക്കാതെ സൂക്ഷിക്കുന്ന ദിവസം ഏതാണ്? അമ്മ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഞാൻ ആദ്യമായി ഈശോയെ സ്വീകരിച്ച ദിവസം, പരിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസം. അങ്ങനെയാവണം നമ്മുടെ ജീവിതത്തിൽ. ബർത്ത്ഡേ മറക്കാതിരിക്കുന്നത് പോലെ, ബാപ്റ്റിസ്മൽ ഡേ മറക്കാതിരിക്കുന്നത് പോലെ 2026 മെയ് മാസം 1 നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല. കാരണം ഈശോ നമ്മിലേക്ക് വന്ന ദിവസം, നമ്മൾ ഈശോയെ സ്വീകരിച്ച ദിവസം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിതിന് ആദ്യ കുർബാന സ്വീകരണം എന്നാണല്ലോ പറയുക. എന്നാൽ അത് പൂർണ്ണമായിട്ട് ശരിയല്ല. ആദ്യ കുർബാന നമ്മൾ സ്വീകരിച്ചു. വിശുദ്ധ മാമോദീസ സ്വീകരിച്ച ദിവസം വിശുദ്ധ മാമോദീസായും തൈലാഭിഷേകവും വിശുദ്ധ കുർബാന സ്വീകരണവും ഒരുമിച്ചാണ് നമ്മളെല്ലാവരും നടത്തിയത്. എന്നാൽ ഒരു കാര്യമാണ്, അന്ന് നമുക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അറിഞ്ഞ് സ്നേഹിച്ച് ഈശോയെ സ്വീകരിച്ച ദിവസമാണ്. അതായത് ആഘോഷമായി ഈശോയെ സ്വീകരിക്കുന്ന ദിവസം. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം എന്നതിനേക്കാളുപരി ആഘോഷമായി സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ ഈശോയെ സ്വീകരിച്ച ദിവസമാണിത്. മൂന്നാമത്തേത്, ഈ ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും പലരും സമ്മാനം തന്നല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് സമ്മാനം കിട്ടിയത്. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് കിട്ടിയ സമ്മാനത്തിൽ ഏറ്റവും വാല്യുബിളായിട്ടുള്ള സമ്മാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം, അത് ഈശോയാണ്. കാരണം ഈശോ പരമാവധി നൽകുകയാണ്, ഒരു സാധനം നൽകുകയല്ല. ഈശോയെ മുഴുവനായിട്ട്, ശരീരവും രക്തവും അവനെ മുഴുവനായി നമുക്ക് നൽകുന്നു എന്നതാണ്. നാലാമത്തെ കാര്യം, എന്താണ് ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത? നമ്മൾ സാധാരണയായിട്ട് ഏത് ഭക്ഷണം എന്ത് കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയാണ് ചെയ്യുക. അങ്ങനെയാണല്ലോ നമ്മൾ വളരുന്നത്. എന്നാൽ ഈശോയാകുന്ന ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ അവൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീരുന്നു. ഈ രക്തം പാനം ചെയ്യുന്നത് വഴി നമ്മൾ ഈശോയുമായി രക്തബന്ധുക്കളായിട്ട് തീരുന്നു എന്നതാണ്. അഞ്ചാമത്തേത്, ഈ അപ്പം ഭക്ഷിച്ചാൽ എന്താണ് സംഭവിക്കുക? ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുക. കേട്ടു നിന്നവർ വിചാരിച്ചു, ഇതെങ്ങനെയാണ് ഇവന് ശരീരം ഭക്ഷിക്കാൻ തരിക? ഇതെങ്ങനെയാണ് അവൻ്റെ രക്തം നമുക്ക് കുടിക്കാൻ തരിക? അതിൻ്റെ ഫലമാണ് ഈശോ പറയുക. അവൻ ദൈവമായതുകൊണ്ട് അവൻ മുഴുവനായിട്ട് ഭക്ഷണമായിട്ട് നമുക്ക് തരാനായിട്ട് അവന് സാധിക്കും. അതേക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് ഈശോ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 53 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതിൽ 5 കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന്
നിത്യജീവനുണ്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവസാന ദിവസം ഉയർപ്പിക്കപ്പെടും. മൂന്നാമത്തേത്, ഈശോയുടെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഈശോ നമ്മിൽ വസിക്കുകയും നമ്മൾ അവനിൽ വസിക്കുകയും ചെയ്യും. നാലാമത്തേത്, ഈശോയെ ഭക്ഷിക്കുന്നവൻ ഈശോ മൂലം ജീവിക്കുന്നു. അഞ്ചാമത്തേത്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, നമ്മൾ ആദ്യ കുർബാന അല്ലെങ്കിൽ ആഘോഷമായ കുർബാന സ്വീകരണം നടത്തുന്നത് വഴി ഇന്നു മുതൽ നമ്മൾ ഈശോയെ വഹിക്കുന്നവരാണ്. അതിനെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്റ്റോഫേഴ്സ് എന്ന് പറയും. ക്രിസ്തുവിനെ വഹിക്കുന്നവർ എന്നർത്ഥം. നമ്മൾ ഈശോയെ വഹിക്കുന്നവരാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ഈശോയ്ക്ക് ഇഷ്ടമുള്ളതായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ഈശോ എന്നിലുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് പെരുമാറുകയും ചെയ്യാം.